الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى كلا إنها تذكرة ومن شاء ذكر في صحف مكرمة مرفوعة مطهرة بأيدي سفرة كرام بررة. الله العظيم. ബഹുമാനരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോട് മാന്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. പരിശുദ്ധ റമളാന്റെ നാളുകൾ കഴിഞ്ഞു. പിന്നീട് ശവ്വാലിന്റെ 6 ദിനങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ്. ആ ഒരു നോമ്പിന്റെ ഒരു ആത്മീയമായ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുക. വളരെ കരുതലോടുകൂടി നോമ്പനുഷ്ഠിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത സത്യവിശ്വാസികളെന്ന നിലക്ക് നേടിയെടുത്ത ശുദ്ധി നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തരുണ്ട്. പക്ഷേ സാഹചര്യം, ചുറ്റുപാടുകൾ അതൊക്കെ പലപ്പോഴും നമ്മളെ അതിലിങ്ങനെ സ്ട്രിക്റ്റായിട്ട് നിൽക്കാൻ അനുവദിക്കാത്ത അവസ്ഥ ഉണ്ടാകും. അപ്പോഴൊക്കെ നമ്മളെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. റിഫ്രഷിംഗ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. കമ്പ്യൂട്ടറും മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് റിഫ്രഷ് ചെയ്തില്ലെങ്കിൽ ഏത് ഇൻസ്ട്രുമെന്റിന്റെയും ഫങ്ഷന് കുഴപ്പമുണ്ടാകും. മനുഷ്യനൊക്കെ തന്നെ അങ്ങനെയാണ് അവന്റെ ഘടന നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്നുകൊടുക്കുകയും നമസ്കരിക്കുകയും ചെയ്യുമ്പോൾ ഒരു തരം പുതിയ ഉണർവ് നമുക്കുണ്ടാകും. ഖുർആൻ ഓതുമ്പോൾ, ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നോമ്പ് അനുഷ്ഠിക്കുമ്പോഴുണ്ടാകും. നോമ്പ് കഴിഞ്ഞാൽ സ്വാഭാവികമായി മുസ്ലിം ലോകം ഹജ്ജിലേക്ക് ചെയ്യുകയും ഹജ്ജിന്റെ ആരവങ്ങൾ പിന്നെ ആരംഭിക്കുകയും ഇപ്പോൾ തന്നെ അതിന്റെ ബുക്കിങ്ങും ഏർപ്പാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു സത്യവിശ്വാസി സമൂഹത്തെ ഏത് നിമിഷത്തിലും അലർട്ടാക്കി നിർത്താൻ ആരാധനാക്രമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി സംവിധാനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.
ഈ വേളകളിലെല്ലാം നമുക്ക് യഥാർത്ഥത്തിൽ ഈ സന്മാർഗ ദർശനത്തെ കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും വേണം അള്ളാഹുവിന്റെ നിർദ്ദേശമുള്ളത് എന്നുള്ളതാണ്. മനുഷ്യനെ വളരെ ബോറടിക്കുന്ന രീതിയിൽ ഒരേ പാറ്റേണിൽ എന്നൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് മടുപ്പ് അനുഭവപ്പെടും. മടുപ്പ് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ മടുക്കാതിരിക്കാൻ, ഓർമ്മ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കാൻ, വ്യത്യസ്ത മേഖലകളിലൂടെ ചിന്ത പോയിക്കൊണ്ടിരിക്കാൻ ഖുർആനിൽ ഒരുപാട് വിഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഗൗരവമേറിയ യാഥാർത്ഥ്യങ്ങളും ശക്തമായ താക്കീതുകൾ, അതുപോലെ ഹൃദയസ്പർശിയായ പരാമർശങ്ങൾ, സംഗീത താളലയക്രമങ്ങളിലുള്ള അവതരണം, മനുഷ്യ മനസ്സിൽ തുളച്ചു കയറുന്ന ശൈലി, ഇതൊക്കെ കൊണ്ട് അനുഗ്രഹീതമായ ഒരു സൂറത്താണ് അബസ വതവല്ല. അബസ എന്ന് പറയുന്ന സൂറത്ത് അതിശക്തമായ ഒരു പ്രമേയം അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. അത് 2-3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗത്ത് നേരത്തെ സൂചിപ്പിച്ച ആ പ്രമേയത്തിന്റെ ഒരു അവതരണത്തിന് ആവശ്യമായ ചില സംവിധാനങ്ങളും അതിനുള്ള ഏർപ്പാടുകളും മഹത്തായ ഒരു ചിത്രീകരണമാണ്. രണ്ടാമത്തെ ഭാഗത്ത് മനുഷ്യന്റെ നിസ്സാരത, ആ നിസ്സാരനായ മനുഷ്യന് ഇത്രയൊക്കെ ശക്തിയും കഴിവും ചൈതന്യവും ബുദ്ധിയും വിവേകവും ഒക്കെ കൊടുത്തിട്ട് അതിന് നന്ദി രേഖപ്പെടുത്താതിരിക്കുന്ന നന്ദികേടിന്റെ ഒരു ചിത്രം. മൂന്നാമത്തെ ഭാഗത്ത് കാണുന്നത് ഈ ജീവിതം അവസാനിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഭീകരമായ സംഭവവികാസങ്ങളുടെ ഒരു ചിത്രീകരണമാണ്. അന്ന് മനുഷ്യന്റെ അവസ്ഥ ഏതേത് നിലയിൽ തിരിയുമെന്നതിനെ സംബന്ധിച്ച് മനുഷ്യൻ മനസ്സിലാക്കുന്നതിന് ഹ്രസ്വമായ അതിശക്തമായ ചില സൂചനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അബസയിലൂടെ നൽകുന്നു. അബസ ഒരു സാധാരണ വായിച്ച് വിടാൻ പറ്റുന്ന ഒരു സൂറത്തല്ല. നമ്മൾ വായിക്കാറുണ്ട്, ചെറുപ്പത്തിൽ പഠിക്കാറുണ്ട്. അബസ എന്ന് പറഞ്ഞാൽ തന്നെ മുഖം ചുളിച്ചു എന്നാണ്. മുഖം ചുളിച്ചു എന്ന തലക്കെട്ടിൽ വലിയൊരു തത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ചെറിയ സംഗതി ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് വിസ്മൃതിയിലാണ്ട് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് ആയിപ്പോകുമായിരുന്നു. പക്ഷെ അതിനെ പൊക്കിയെടുത്ത് അതിനെ ചുറ്റിപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല സുസ്ഥിരമായ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതല്ല, കുറച്ച് ആഴത്തിൽ ചിന്തിപ്പിക്കാൻ അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടാക്കിയത് ഈ യാഥാർത്ഥ്യം പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മക്കയിലെ പ്രബോധനത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് നമുക്കറിയാം. ആദ്യമൊക്കെ ചെറിയ എതിർപ്പ്, പിന്നെ പ്രലോഭനങ്ങൾ, പിന്നെ ഭീഷണി, പിന്നെ കൊടിയ മർദ്ദന. ഈ പ്രബോധനം ജനങ്ങളിൽ എത്താതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരുപാട് അടവുകൾ ശത്രുക്കൾ സ്വീകരിച്ചു. ശത്രുക്കളൊക്കെ സ്വീകരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനം പോയി. സഹായിക്കുമെന്ന് വിചാരിച്ച ആളുകൾ, വേണ്ടപ്പെട്ട ആളുകൾ, രക്തബന്ധമുള്ള ആളുകൾ, കുടുംബബന്ധമുള്ള ആളുകൾ തള്ളിപ്പറയുകയും മർദ്ദകരോടൊപ്പം ചേരുകയും ചെയ്തപ്പോൾ പ്രവാചക മനസ്സ്, മനുഷ്യനാണല്ലോ, മുഹമ്മദ് മനുഷ്യനാണ്, മലക്കല്ല. പ്രവാചക മനസ്സൊരാശ പലപ്പോഴും ഈ ഖുറൈശി കുബേരന്മാര്, കാക്കക്കാരന്മാർ പറഞ്ഞുകൊണ്ടിരുന്ന, ആവശ്യപ്പെട്ടിരുന്ന ഒരു സംഗതി നബി പുതുതായി പടച്ചുണ്ടാക്കിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം കേട്ട് കൂടെ വന്നത് മഹാപാവങ്ങളായിരുന്നു. ആദ്യം സാധുക്കളായ മനുഷ്യന്മാരായിരുന്നു, ദരിദ്രരായിരുന്നു, വിയർപ്പിന്റെ മണമുള്ള കുപ്പായമിടുന്ന സുഹൈലിനെ പോലെ, ഇബ്നു മസ്ഊദിനെ പോലെയുള്ള ആളുകളായിരുന്നു, ബിലാലിനെ പോലെയുള്ള ആളുകളായിരുന്നു. അവർ നാട്ടിലെ കാരണവന്മാരോ അമ്പന്മാരോ കൊമ്പന്മാരോ ഒന്നും ആയിരുന്നില്ല, പാവങ്ങളായിരുന്നു. അപ്പൊ ഈ ഏഴകളായ പാവങ്ങളുമായി നടക്കുന്ന മുഹമ്മദ്, നീ അവരെ ഒന്ന് മാറ്റി നിർത്തിയാൽ നീ പറയണത് കുറച്ചു നേരം കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവിടെയുള്ള കുബേരകുമാരന്മാരെ പലപ്പോഴും പറയുമായിരുന്നു. അവരുടെ സമ്പത്തും അധികാരവും പ്രതാപവും ശക്തിയും ഒക്കെ വെച്ചുകൊണ്ട് ഈ സത്യസന്ദേശത്തെ തടഞ്ഞു നിർത്താൻ
അവരൊരുപാട് പ്രവർത്തിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് വയ്ക്കും, എന്നാൽ ഇവർക്ക് വേണ്ടി ഒരു സന്ദർഭം ഒരുക്കാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അവരെ ചില ആളുകളെ ക്ഷണിച്ചു വരുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭാഷണം നടത്തണം. റബിയ എന്ന് പറയുന്ന അവിടുത്തെ ഒരു കൊലകൊമ്പനുണ്ട്, അയാളുടെ 2 മക്കളുണ്ട്, ഉത്തുബത്തും ഷൈബത്തും. ഉത്തുബയും ഷൈബയും പിൽക്കാലത്ത് അബൂ ജഹൽ എന്നറിയപ്പെടുന്ന അബ്ദുൽ ഹിഷാം, അതുപോലെ തന്നെ ഉമയ്യത്ത് ബിൻ ഖലഫ്, വലീദ് ബിൻ മുഗീറ, മുഗീറയുടെ ഖാലിദ് ബിൻ വലീദിന്റെ വാപ്പ വലീദ് ബിൻ മുഗീറ, അതുപോലെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അന്ന് അദ്ദേഹം അവരുടെ കൂടെ. ഇങ്ങനെ എണ്ണപ്പെട്ട കുറെ കൊമ്പന്മാരും ആ നാട്ടിലെ പേരെടുത്ത കുറെ ആളുകൾ. അവര് സംഭവിച്ച എന്നാ മുഹമ്മദ് പറഞ്ഞ കേൾക്കാം. അങ്ങനെ അവരൊരു സ്ഥലത്തിരിക്കുക. ഒരു സ്ഥലത്ത് അവരുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂം എന്ന് പറഞ്ഞ പരമദരിദ്രനായ കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ അവിടെ ഓടി വരിക. എന്നാണ് പറയുന്നത്, ധൃതിപ്പെട്ടു വരിക. അവിടെ റസൂൽ ഇങ്ങനെ വലിയ ആളുകളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യമൊന്നും മൂപ്പര് കാണൂലല്ലോ. പ്രവാചകന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ഉമ്മ മക്തൂം പറഞ്ഞത്, അല്ലാഹുവിന്റെ പ്രവാചകനെ അങ്ങ് അല്ലാഹ് പഠിപ്പിച്ചെന്ന കുറെ കാര്യങ്ങൾ അന്നിട്ടുണ്ടല്ലോ, അത് എനിക്കും പഠിപ്പിച്ചു തരിക, ഖുർആൻ എനിക്ക് പഠിപ്പിച്ചു തരിക. മറ്റവരോടുള്ള സംഭാഷണത്തിന്റെ ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുഖത്ത് നീരസം അനുഭവപ്പെടുകയും ചെയ്തു. ആകാശമാണ്, നെറ്റി ചൊളിച്ചു, മുഖം ചൊളിച്ചു, നീരസം അനുഭവപ്പെട്ടു. ഒന്ന് പല വ്യാഖ്യാനം പറയാം. എന്തായിരുന്നാലും അവിടെ തന്നെ ഒരു മഹാ അത്ഭുതം അല്ലാഹു സുബ്ഹാനഹു വ തആല. അവിടെ ഈ കൊമ്പന്മാരും റസൂലും ഉമ്മ മക്തൂം മാത്രമേ ഉള്ളൂ. നെറ്റി ചൊളിച്ചത് റസൂല. അത് കണ്ടാൽ വേദന ഉണ്ടാകുന്ന ഉമ്മ മക്തൂം, പക്ഷെ അയാൾ അന്ധനാണ്. നോക്കുക, അല്ലാഹുവിന്റെ ഒരു സംഗതി സങ്കല്പിപ്പിക്കുന്നതിനുള്ള ഒരു ഗാംഭീര്യം, ഒരു യുക്തി. പ്രവാചകന്റെ അടുത്ത് നിന്ന് നെറ്റി തുളിച്ചത് ഒരു അനുയായിക്കുണ്ടായാൽ ജീവിതകാലം മുഴുവൻ അയാളെ മനസ്സിൽ മായാത്ത ചിത്രം ഉണ്ടാവും. പക്ഷെ ഇവിടെ പ്രവാചകൻ നെറ്റി തുളിച്ചപ്പോൾ അത് കാണാൻ കഴിയാത്ത ഒരു കഥാപാത്രത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നത്. മറ്റവരുടെ പ്രശ്നമില്ല, അവർക്ക് സന്തോഷം. ഈ വേദന പേറാനുള്ള ദരിദ്രനായ ഈ മനുഷ്യനെ അത് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ അള്ളാഹ് പറഞ്ഞപ്പോഴാ പ്രവാചകൻ നെറ്റി തുളിച്ചു എന്ന കാര്യം ഇബ്നു ഉമ്മ മക്തൂം മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. പഠിച്ച തമ്മിലത് വളരെ പ്ലാൻ ചെയ്തത്. നോക്കിയാൽ ശ്രദ്ധിച്ചാൽ, സാധാരണ നോക്കിയാൽ അത് വലിയ കാര്യമൊന്നുമില്ല. ഒരു നാട്ടിലെ ഒരു ആദർശ പ്രചരണത്തിന്റെ പ്രധാനി ആ നാട്ടിലെ കൊമ്പന്മാരായ കുറച്ച് ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഏഴേഴും തോഴയുമായ ഒരുത്തൻ, ഏഴും കഴിവില്ലാത്ത നിസ്സഹായന ഒരുത്തൻ ഞാനതിൽ എനിക്ക് കൂടെ അത് പഠിപ്പിച്ചാന്ന് പറഞ്ഞാല് ഓടാന്റെ ജോലിക്ക് പറഞ്ഞാൽ ഒരു കുഴപ്പമൊന്നുമില്ലെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സ് പറയും. പക്ഷെ അന്ന് ഇവിടെ പഠിപ്പിക്കുന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. തനിക്ക് താൻ പോകുന്നവരാണ് എന്ന് വിചാരിച്ച്, നാടൊക്കെ ഞങ്ങളാണ് ഭരിക്കുന്നതെന്ന് വിചാരിച്ച്, ഇവിടെയൊക്കെ ഈ ഭൂമി കറങ്ങുന്നത് നമ്മുടെ വിരൽത്തുമ്പത്തിനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഡമ്പോടെ അഹന്തയോടെ ഭൂമി നടക്കുന്ന മനുഷ്യന്മാർ അന്ന് ഇന്നും എല്ലാ കാലത്തോടെ ചരിത്രത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാവും. ഇന്നിപ്പോ കണ്ടില്ല, ചില ആളുകൾ പ്രസ്താവന ഇറക്കുമ്പോൾ ഈ ലോകം മുഴുവൻ അവരാണ് ഭരിക്കണം. 65-70 കൊല്ലം ജീവിച്ചിരിക്കുന്ന ഈ ഒരു കിരീടമാണ്, എന്തൊരു പ്രസ്താവനയാണ് ഇറക്കുന്നത്. അതുപോലെ ലോകത്തിന്റെ നാനാഭാഗത്തും എല്ലാ കാലഘട്ടത്തിലും ഇത്തരം ആളുകളുണ്ടാവും. അന്നടുത്ത കൊലകൊമ്പന്മാർ വിചാരിച്ചിരുന്ന ഞങ്ങളാണ് ഈ അറബി കൊണ്ടടക്കണം. ഈ മുഹമ്മദ് ഒരു അനാഥനായ മനുഷ്യൻ, ഓനെന്തോ പിച്ചും ചെയ്ത് പറയുന്നു എന്നുള്ള നിലയ്ക്കാണ് അതിനെ സമീപിച്ചത്. അപ്പോ ഇവരെ അവരുടെ പ്രതാപവും അവരുടെ പണവും അവരുടെ സഹകരണവും ഒക്കെ ഉണ്ടെങ്കിൽ മർദ്ദനമെന്ന് കുറഞ്ഞു കിട്ടുകയും ഈ സന്ദേശത്തിന് പ്രചാരണം ഉണ്ടാവുകയും ചെയ്യും എന്ന പ്രവാചകനിലുള്ള മനുഷ്യ മനസ്സിന്റെ ചിന്തയല്ല ഉന്മയാണ്. വളരെ കൃത്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഇടപെടുന്നത്. ഈ സംഭവം ഉണ്ടായപ്പോ പ്രവാചകൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, കാഴ്ചയില്ലാത്തവൻ കയറി വരുന്നു, അദ്ദേഹത്തിന്റെ മുഖത്ത് നീരസം പ്രത്യക്ഷപ്പെടുന്നു. ഉടനെ ആകാശം ഇടപെടുകയാണ്. ഈ സന്ദേശത്തിന്റെ മഹാസൃഷ്ടാവായ നാഥനായ അല്ലാഹു തആല അവിടെ ഇടുന്നു. അബസറത്തവല്ല, മുഖം ചുളിച്ചായിരിക്കുന്നു. ആരോടായി പറയണത്? റഹ്മത്തുൽ ആലമീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫൈ ചെയ്ത ഇന്നക അലാ ഖുലുഖിൻ അളീം, നീയാണ് ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ ഉടമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫൈ ചെയ്ത ഈ പ്രപഞ്ചത്തിൽ അല്ല കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമായ സ്വഭാവ സവിശേഷമുള്ള മഹാനായ പ്രവാചകൻ, കാരുണ്യത്തിന്റെ പ്രവാചകൻ.
ആരോടും ഒന്നും തന്നെ ഒരിക്കലും മുഖം കറുത്ത് സംസാരിക്കാത്ത മഹാപ്രവാചകൻ. മനുഷ്യ ചരിത്രത്തിൽ ഇതിനു മുമ്പും ഇതിനു പിമ്പും അങ്ങനെയുള്ള സ്വഭാവ സവിശേഷതയുള്ള ഒരു മനുഷ്യനെ ആരും കണ്ടിട്ടില്ല. ആ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവൻ മുഖം ചുളിച്ചു. ഒരു കണ്ണ് കാണാത്തവൻ കയറി വന്നപ്പോ അവൻ മുഖം ചുളിച്ചു. അവൻ സംസാരിക്കുന്ന കുറെ ആളുകളുണ്ട്, അവരെ പ്രഥമമായി നീ എന്താ വിചാരിച്ചത്? ഈ വരുന്നവൻ ചിന്തിക്കുകയും അവൻ പരിശുദ്ധി പ്രാപിക്കുകയും ചെയ്യില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ വന്നു കയറിയ മനുഷ്യൻ നീ പറയുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അവൻ സ്വയം പരിശുദ്ധി നേടുകയും ചെയ്യില്ല എന്ന് നീ ധരിക്കുന്നുണ്ടോ? അവൻ ആലോചിക്കും, എന്നിട്ട് അതിന്റെ ആലോചന അവന് പ്രയോജനപ്രദമാകുമെന്ന കാര്യം നീ എന്താ ചിന്തിക്കാത്തത്? അമ്മ മനസ്സിന കുറെ സ്വയം പര്യാപ്തം നടിച്ചടക്കുന്ന തന്നെ പൊക്കി താന്തോന്നികളുണ്ട്. അവരുണ്ടല്ലോ നീ സംസാരിച്ചോട്ടിക്കുന്ന ആളുകള്, അവർക്ക് വേണ്ടി നീ ഒഴുകിയിരിക്കുകയാണ്. അവർക്ക് വേണ്ടി നീ ഭയങ്കരമായ കഠിനമായ അധ്വാനിക്കുകയാണ്, ഒഴുകിയിരിക്കുകയാണ്, ഒരുപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് മലയാളത്തിൽ പറഞ്ഞത്. അവൻ നന്നായി നിനക്കെന്താണോ? ഈ നാട്ടിലെ വമ്പന്മാരെന്ന് ധരിച്ചടക്കുന്ന ആളുകൾ നന്നായില്ലെങ്കിൽ മുഹമ്മദേ നീ എന്റെ പ്രവാചകനാണ്, നിനക്കെന്താണ് എന്ന് ചോദിക്കുക. എന്നിട്ട് നിന്റെ അടുത്ത് ധൃതിപ്പെട്ട് ഓടി വന്നവനുണ്ടല്ലോ, ഭയന്നുകൊണ്ടാ വന്നത്, എന്നെ ഭയന്നുകൊണ്ടാവുന്നത്. അപ്പൊ അന്റെ അനുഭവ തലഹ നീ അവനെ ശ്രദ്ധിക്കുന്നില്ല. ഭയങ്കരമായ സ്ത്രീകൾ, ഒരു ഭാഗത്ത് കാക്കക്കാരണവന്മാര്, ഒരു ഭാഗത്ത് ദരിദ്രനായ ഒരു മനുഷ്യൻ, ഒരു ഭാഗത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ. ഈ മൂന്ന് കൂട്ടിനെ നിർത്തിയിട്ട് ആകാശം ഇടപെട്ടുകൊണ്ട് ഒരു വലിയ ചിത്രീകരണം നടത്തുക. ഈ സൂറത്തിന് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. ഇത് ഒറ്റപ്പെട്ട ഒരു മനുഷ്യനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പ്രവാചകനായ മുഹമ്മദിനെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയല്ല. ഓരോ ജീവിത യാഥാർത്ഥ്യങ്ങളും മനുഷ്യനെ ഏത് മൂല്യത്തിൽ അളക്കുന്നു, ഏത് മാനദണ്ഡത്തിൽ അളക്കുന്നു, ആ മാനദണ്ഡം മനുഷ്യൻ എവിടെ നിന്ന് സ്വീകരിക്കുന്നു എന്ന് പഠിപ്പിക്കാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യുക്തിപൂർവമായ ഒരു ഇടപെടല. അതാണ്, ഇതാണ് ടീച്ചിങ് മെത്തഡോളജി. ഇതാണ് ഏറ്റവും ഉന്നതമായ ഒരു വിദ്യാഭ്യാസ രീതി. അതിന് മനഃശാസ്ത്രവും അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പറയാം. അതിങ്ങനെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ അസ്തമിച്ചു പോയ ആ ഒരു സംഭവം ഈ അവസ ഓതുമ്പോ അതിന്റെ ആഴങ്ങളിലേക്ക് അത് ചെല്ലുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. മഹാനായ പ്രവാചകൻ, ആദരണീയനായ പ്രവാചകൻ ഒരു സ്ഥലത്ത്, നാട്ടിലെ കൊമ്പന്മാർ വേറെ സ്ഥലത്ത്, അവരുടെ സംഭാഷണം നീണ്ടുപോകുമ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ സദസ്സിൽ വന്നിരിക്കുന്ന വമ്പന്മാരുമായി സംസാരിക്കുന്ന ഒരു പ്രത്യേകമായ രംഗം. ആ സമയം ഒരു പിച്ചക്കാരൻ കയറി വരുന്ന രംഗം, അത് കണ്ടു കാണാത്തവർക്കും വരുന്ന രംഗം. അപ്പൊ പൈസ ചോദിക്കാനല്ല വന്നത്, നിങ്ങൾ അയാൾക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ല തന്ന ഖുർആനുണ്ടല്ലോ, വേറെ പ്രവർത്തനമാണൊന്നുമില്ലല്ലോ മുഹമ്മദ് നബിക്ക് അവർ വായിച്ച്. അല്ല പഠിപ്പിച്ചു കൊടുത്ത ഖുർആനെ കുറിച്ച് പറയണല്ലോ, അത് എനിക്കൊന്ന് പഠിപ്പിച്ചേരീൻ എന്ന് പറഞ്ഞപ്പോ ഈ മഹാപ്രവാചകൻ അത് അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പ്രവാചകനെ കുറ്റപ്പെടുത്താനല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു വലിയ സംഗതി ലോകത്ത് വരാനുള്ള കോടാനുകോടി ജനതകളെ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ പ്രവാചകന്റെ തെറ്റല്ല, പ്രവാചകനെ അതിന് ഇരയാക്കിയതായിരുന്നു. അതിന്റെ പേരിൽ ഒരുപാട് കാലം പ്രവാചകൻ വിഷമിച്ചിട്ടുണ്ട്. ഉമ്മുമക്കും നടന്നു വരുമ്പോ അഹ്ലൻ അഹ്ലൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് എനിക്ക് വഴക്ക് കാണിച്ചിരുന്ന താങ്കൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് വളരെ ആദരണീയപൂർവ്വം സ്വീകരിക്കുന്ന ഒരുപാട് രംഗങ്ങൾ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനപ്രകാരം ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് പ്രവാചകനെ കീഴ്ത്താനോ താഴ്ത്താനോ ആ സംഭവം ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. പ്രവാചകൻ അങ്ങനെ ഒരു സ്വഭാവ ഒരു ഡിഫക്റ്റ് ഉണ്ട് എന്നുള്ളത്, ഒരു കമ്മിയുണ്ട് എന്ന് പറയാൻ പറ്റും. കാരണം അല്ലാഹു സൃഷ്ടിച്ച മനുഷ്യൻ എന്ന ആ ഒരു യാഥാർത്ഥ്യം, അതിലെ ഏറ്റവും മുന്തിയ ഒരു മനുഷ്യനെ നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നീ എത്ര വളർന്നാലും മനുഷ്യനാണ് കേട്ടോ, നിനക്ക് ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്, എന്റെ പ്രവാചകനായ മുഹമ്മദിലൂടെ അത് കണ്ടോ എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുക. ഇവിടെ ഈ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ഏത് മാനദണ്ഡത്തിലാണ്, അതായത് നീ കാണുന്ന കാക്കക്കാരന്മാരുടെ ശക്തിയോ പണമോ അവരുടെ മിടുക്കോ ഒന്നും കൊണ്ടല്ല ഈ നീ വളരാൻ പോകുന്നത്. അതിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യര് അവന് പണമുണ്ടോ ശരീരസുഖമുണ്ടോ എന്നുള്ളത് നോക്കുന്നില്ല. അത് സ്വീകരിക്കാൻ തയ്യാറുള്ള ഹൃദയാന്തരങ്ങളിലേക്ക് അല്ലാഹു തആല അത് ഒഴുകിക്കൊടുക്കും. എന്നിട്ട് അവരുടെ ഹൃദയം ചൈതന്യവത്താവും, അവർ ശക്തി നേടും, അവർ ആത്മാർത്ഥമായി അല്ലാഹുവിനെ സ്നേഹിക്കും. ആ സ്നേഹം അവർ ഭൂമിയിലേക്ക് പകർന്നു നടുമ്പോ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും.
അങ്ങനെ ബദറും വഹദും ഹുനൈനിയും അന്തകുമൊക്കെ ഉണ്ടായി. അങ്ങനെ നട്ടലോടുകൂടി നടപ്പാക്കി അന്ന് എതിർത്തിരുന്ന മഹാബലകമ്പന്മാർ ചരിത്രത്തിന്റെ കവച്ചുകൊട്ടയിലേക്ക് പോയി വലിച്ചു. ബിലാലും ഷുഹൈബും അതുപോലെ അമ്മാറും യാസിറും ഒക്കെ അവരാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ആദ്യകാല വിദ്യാർത്ഥികൾ. റസൂലിന്റെ കൂടെ നടന്നു വരാൻ ആ പാപങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. ഏഴകളും പാപങ്ങളുമായ മനുഷ്യരാണ് എപ്പോഴും ദിവ്യ സന്ദേശത്തെ താങ്ങി നിർത്തുക എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ ലഭ്യമായി പോയാൽ, പണം ലഭ്യമായി പോയാൽ, സൗന്ദര്യം ലഭ്യമായി പോയാൽ, അതുപോലെ ആരോഗ്യം ലഭ്യമായി പോയാൽ, അധികാരം ലഭ്യമായി പോയാൽ തന്നവന്റെ നെഞ്ചത്ത് ചവിട്ടുക എന്ന മനുഷ്യന്റെ നന്ദികേടുണ്ടല്ലോ, അത് എന്നും എല്ലാ കാലത്തും മനുഷ്യൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ള. ആറോന്റെ ചരിത്രം, ആമാന്റെ ചരിത്രം, ഫിറഔന്റെ ചരിത്രം, അതൊക്കെയാണ് നമ്മളെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അങ്ങനെ ഒരുപാട് കാവന്മാരുണ്ട്, ഒരുപാട് കടന്നുതല മുതലാളിമാർ, കാവൻ മുതലാളിമാരുണ്ട്, ഒരുപാട് ഫിറഔന്മാർ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അവരൊന്നും യഥാർത്ഥത്തിൽ പരിശുദ്ധ പ്രാപിക്കാൻ അർഹതയുള്ളവരല്ലാത്തത് കൊണ്ട് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുത്തത്. അപ്പൊ ഇവിടെ മാനദണ്ഡം അതായിരിക്കണം. അതായത് പണമോ പ്രതാപമോ ഔന്നിത്യമോ ഉദ്യോഗമോ ശക്തിയോ ഒന്നുമല്ല. ഭൗതികമായ സമ്മർദ്ദങ്ങളെ അതിജയിച്ചുകൊണ്ട് സത്യവിശ്വാസത്തിന്റെ വീതിയിൽ ഉറച്ചു നിൽക്കാൻ പ്രവാചകന്റെ കാൽപ്പാടുകൾക്ക് ശക്തി പകർന്നുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് കേട്ടോ. ഇത് മനസ്സിലാക്കിക്കോ. ഏതൊരു ഘട്ടത്തിലും, ഏതൊരു നാട്ടിലും, ഏതൊരു കാലഘട്ടത്തിലും ഈ സത്യസന്ദേശം ഉറക്കെ പറയാൻ ധൈര്യമുള്ള, അത് ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള സമൂഹം എത്തുമ്പോ അവരെ ഞാൻ പണ്ട് നിലനിർത്തിയതുപോലെ നിലനിർത്തും. ഇതൊരു വലിയ സംഭവമാണ്, നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. നീ വിചാരിക്കുന്നത് പോലെ ഈ പറഞ്ഞ ആളുകളെങ്ങാനും ദീനുൽ ഇസ്ലാം സ്വീകരിച്ചിട്ട് ഇസ്ലാമിന് എന്തെങ്കിലും മെച്ചമോ പുണ്യമോ ഉണ്ടാവുമെന്ന് നീ വിചാരിക്കണ്ട. ഇത് യഥാർത്ഥത്തിൽ ഒരു സംഗതി ഉണ്ടല്ലോ. അതായത് അല്ല, നീ ഒന്ന് മനസ്സിലാക്കണം, അവരോട് പറഞ്ഞു കൊടുക്കണം. ഇന്നഹ തദിക്റ, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഇതൊരു കൗൺസിലിംഗ് ആണ്, ഇത് ഒരു റിമൈൻഡറാണ്. നിനക്ക് ഓർക്കാൻ, നിന്റെ ജനതയ്ക്ക് ഓർക്കാൻ, മനുഷ്യ സമൂഹത്തിൽ ഓർക്കാൻ, വിജയത്തിന്റെ സോപാനത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടി മനുഷ്യക്കുട്ടികൾക്കെല്ലാം ഓർക്കാനുള്ള ഒരു മഹത്തായ സന്ദേശമാണ്, ഒരു ഉത്ബോധനമാണ്. ആ ഉത്ബോധനം നിങ്ങൾക്ക് തന്നത് ഈ പരിശുദ്ധ റമദാനിലാണ്. അതിന്റെ ഉത്ബോധനം ഉൾക്കൊള്ളാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തത് ആ മാസത്തിലാണ്. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ ശേഷം ഉത്ബോധനത്തിന് ഒരുപാട് അകലങ്ങളിൽ പോയാൽ നമ്മളും അതുമായി ബന്ധമില്ലാത്തൊരവസ്ഥ ആവശ്യമുണ്ടാകും. അതുകൊണ്ട് ഉത്ബോധനം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാവണം. പരിശീലനം കഴിഞ്ഞിട്ട് പിന്നെ യുദ്ധത്തിന് പോയില്ലെങ്കിൽ അവരെ പട്ടാളക്കാരെന്ന് പറയാൻ പറ്റൂ. അതുപോലെ പരിശീലനം കഴിഞ്ഞിട്ട് പ്രായോഗിക ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ സത്യവിശ്വാസം പൂർണ്ണമായി ഉൾക്കൊണ്ടു എന്ന് പറയാൻ സാധ്യമാവില്ല. ജീവിതത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും മാനദണ്ഡം ഇതായിരിക്കണം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. സാമൂഹ്യ സമ്മർദ്ദങ്ങളുടെ നീർച്ചുഴിയിൽപ്പെട്ടിട്ടാണ്. നമ്മൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് പണക്കാരനും ഉന്നതവനും ഔന്നിത്യമുള്ളവനും നിന്നാൽ നമ്മളെ മനസ്സെങ്ങോട്ട് കാണിക്കും. വേണ്ട, നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ ഇന്നലെ വരെ പ്രതാപത്തോടുകൂടി അന്തസ്സോടുകൂടി വലിയ കാര്യമായിട്ട് നാട്ടിലെ കൊമ്പനായി ജീവിച്ചു, പക്ഷെ ഇന്ന് രോഗം വന്ന് കിടപ്പായി പോയി. അപ്പൊ നമ്മുടെ മാനദണ്ഡം എന്തായിരിക്കും? ഈ രോഗം എനിക്ക് തന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പരീക്ഷിക്കാനാണ്, ക്ഷമയോടെ തരണം ചെയ്താൽ അതിന്റെ അപ്പുറം എനിക്കുള്ളത് സ്വർഗമാണ് എന്ന ദൈവിക മാനദണ്ഡത്തിലാണോ? അതല്ല, എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ ആ കച്ചവടക്കാരന്റെ അപ്പുറം പോകാമായിരുന്നു, എവിടെ ഇപ്പുറം പോകാമായിരുന്നു, ഞാൻ അവിടെ അങ്ങാടി അടിച്ചു പൊളിക്കുമായിരുന്നു എന്ന ഭൗതിക മാനദണ്ഡത്തിലാണോ നമ്മൾ കണക്കാക്കുന്നത്? തീർച്ചയായും മനുഷ്യർക്ക് അധികം ആളുകളും ഭൗതികമായ മാനദണ്ഡത്തിലാണ് കണക്കാക്കുന്നത്. ഒരു കച്ചവടം നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ, ഒരു കുട്ടിയൊന്ന് മരിച്ചുപോയാൽ, ഭർത്താവ് നഷ്ടപ്പെട്ടാൽ, ഭാര്യ നഷ്ടപ്പെട്ടാൽ, എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അതെല്ലാം ഭൗതികമായ മാനദണ്ഡത്തിൽ സാമൂഹ്യ സമ്മർദ്ദങ്ങളുടെ അടിമപ്പെട്ടുകൊണ്ട് അല്ലാഹുവിൽ നിന്ന് ഒരുപാട് മാറിക്കൊണ്ട് ഭൗതികമായ മാനദണ്ഡങ്ങളിലാണ് നമ്മൾ നടക്കുന്നത്. രണ്ടു തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു വിഷയത്തെ ദൈവിക മാനദണ്ഡങ്ങൾ കൊണ്ടാണ് നോക്കുമ്പോൾ അതിന് ആശ്വാസവും സമാധാനവും അനുർവചനീയമായ അനുഭൂതിയും അനന്തമായ ശാന്തതയും ഉണ്ടാകും. ഒരുപാട് സംഭവങ്ങളില്ലേ നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ മക്കൾ മരിച്ചു പോകും, നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ഭാര്യമാര് മരിച്ചു പോകും, ഭർത്താക്കന്മാര് മരിച്ചു പോകും, സ്വത്ത് വെട്ടപ്പെട്ടു പോകും. അതുപോലെ ഒരുപാട് സംഗതി ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ ഈ ഭൗതികമായ മഞ്ഞക്കണ്ണുകൊണ്ട് മാത്രം കണ്ടാൽ നേരത്തെ കണ്ടതുപോലെ കൊലകൊമ്പന്മാരെ കൊണ്ട് ദീനുൽ ഇസ്ലാം നടപ്പാക്കി കളയാമെന്ന ആ ഒരു വിചാരം ഉണ്ടല്ലോ, കളഞ്ഞു തീർന്നു. നമ്മളോട് പറഞ്ഞതാ കളഞ്ഞു തീർന്നു. ഇത് യഥാർത്ഥത്തിൽ ഉത്ബോധനം, കാര്യങ്ങളുടെ നിയന്ത്രണം അല്ലാഹുവിലേക്കാണ്. ഇന്നാക്രമഹും ഇൻദല്ലാഹി അത്ഖാഹും, നിങ്ങളിൽ ഏറ്റവും മാന്യൻ, ഏറ്റവും ഉന്നതൻ, ഏറ്റവും ആദരണീയൻ, ഏറ്റവും ബഹുമാനൻ അല്ലാഹുവിനോട് സൂക്ഷ്മത പാലിക്കുന്നവരാണ്, ജീവിത പ്രവർത്തനങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്നവരാണ്. അപ്പൊ ഈ ഒരു സംഗതി
വിഷയങ്ങളെ ദൈവിക മാനദണ്ഡങ്ങൾ കൊണ്ട് അളക്കണമെന്ന് മനുഷ്യനോട് അത് പറഞ്ഞു പഠിപ്പിക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ, ഒരു മഹാചിത്രീകരണം, ഒരു മഹാപ്രവാചകന്റെ ഒരുപാട് സമയം, പിൽക്കാലത്ത് ഒരുപാട് അദ്ദേഹത്തിന് ചിന്തിക്കാനും മറ്റുള്ളവർക്ക് ചിന്തിക്കാനുള്ള ഒരു വലിയ ഇതിഹാസം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയ സൂറത്തിൽ അങ്ങോട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിന് താളമുണ്ട്, ലയമുണ്ട്, സംഗീതമുണ്ട്, ക്രമമുണ്ട്, ഹൃദയത്തിന്റെ ഉൾഭാഗങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു ശൈലിയുണ്ട്, പേടിപ്പെടുത്തലുണ്ട്, ആശ്വസിപ്പിക്കലുണ്ട്. അതിനെടുത്ത് വായിച്ചു നോക്കുമ്പോ അതിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ നമുക്കതുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകാം. പ്രത്യേകിച്ച് മൃദുലമായി നിൽക്കുന്ന മനസ്സുള്ള റമദാന്റെ തൊട്ട് ശേഷം വരുന്ന ദിനങ്ങളിൽ കൂടുതൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഖുർആന്റെ ആഴങ്ങളിൽ ഇറങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما اثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباب، يوصيكم واياي ثانيا بتقوى വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് എന്നോട് പോലെ പട്ടിണിയെല്ലാം കിടന്ന് നോമ്പൊടിച്ചു, പൈസ എല്ലാം കൊടുത്ത് കാത്ത കൊടുത്തു. എന്തിനാണ്? ആ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ദിവ്യ സന്ദേശം ജീവിതത്തിൽ പകർത്താനുള്ള ഒരു ശ്രമം കാരണം. ഇനി ഒരു ചിരിക്കുക പകർന്നോ? ഓരോരുത്തർക്കും എത്രമാത്രം പകർന്നു കിട്ടി. വിഷയങ്ങളെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത്? ജീവിതത്തിൽ വിജയങ്ങളുണ്ടാവാം, പരാജയങ്ങളുണ്ടാവാം. ആ ജീവിത വിജയവും പരാജയവും അല്ലാഹുവിന്റെ കഥകളിൽപ്പെട്ടതാണ്. നമുക്കൊന്നുമില്ലല്ലോ, ഒന്നും ഉണ്ടായിരുന്നില്ല, ഇനിയൊന്നും ഉണ്ടാവാനും കൂടില്ല. ശരിക്കും നമുക്ക് എല്ലാ സംവിധാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നാലേ. അതിന് മുമ്പ് പറയും ഇതൊരു സൂക്ഷ്മ ഓർമ്മപ്പെടുത്തലാണ്, ഉത്ബോധനമാണ് എന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ മഹത്വത്തെക്കുറിച്ച് മാന്യരും ഉന്നതമായ നിലയിലുള്ള മഹാന്മാരായ ഈ പ്രവാചകന്മാർ വഴി ഇത് സൂക്ഷിക്കപ്പെട്ടതാണ്, പവിത്രമാണ്. അത് ഏറ്റവും ഉത്തമമായ കൈകളിലൂടെ കടന്നു വരികയും ഏറ്റവും ഉത്തമമായ കൈകളിലൂടെ അവതരിപ്പിക്കുകയും ചെയ്തു. അതിന്റെ വിശദീകരണം. പക്ഷെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അധികം മനുഷ്യരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശാപം. പഠിച്ച മനുഷ്യൻ ശപിക്കാന്ന് പറഞ്ഞാൽ കാരുണ്യവാനായ തമ്പുരാൻ ശപിക്കാന്ന് പറഞ്ഞാൽ അത്രയധികം ദേഷ്യം ഉണ്ടാകുന്ന ഇതൊക്കെ നിഷേധിക്കുന്നവർ നശിച്ചോട്ടെ. ആ നിഷേധി ഒന്ന് നോക്കട്ടെ, എന്തിനാണ് അവരെ പടച്ചുണ്ടാക്കുന്നത്? ഒരു ശുക്ല ബീജത്തിൽ മാരുമഹീം, ഏറ്റവും വളരെ ഫീബിളായ, ഏറ്റവും വളരെ നിസ്സാരമായ ഒരു വെള്ളത്തുള്ളിൽ നിന്നാണ് ഈ പറഞ്ഞവനെ ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയത്. എന്നിട്ടാണ് അവനെ വ്യവസ്ഥപ്പെടുത്തിയത്. ഒരു ആ പ്രയോഗമാണ്. പിന്നെ അവന്റെ വഴി നാം എളുപ്പമാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതുപോലെ നാം മാർഗദർശനം കൊടുത്തു. പിന്നെ നാം അവനെ ഭരിപ്പിച്ചു, പിന്നെ നാം അവനെ കബറടക്കി. പിന്നെ നാം അവനെ ഇതെല്ലാം കഴിഞ്ഞ കാല ക്രിയയിലാണ് പറയുന്നത്, സംഭവിച്ചു കഴിഞ്ഞതുപോലെയാണ് പറയുന്നത്. പിന്നെ നാം ഉദ്ദേശിച്ചപ്പോ അവനെ അത് ഹാജരാക്കി. പക്ഷെ അവനോട് പറഞ്ഞു ഒന്നും അവൻ ചെയ്തില്ല. അവന് മനസ്സിലാവണമെങ്കിൽ അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ, അവൻ ഉണ്ടാക്കിയതാണോ? ധാരധാരയെ മഴ നാം കൊടുത്തു. പിന്നെ ഭൂമി അങ്ങോട്ട് വിടർത്തി. എന്നിട്ട് ഒരുപാട് എണ്ണി പറയാൻ അവിടെ നാം വിത്തുകൾ മുളപ്പിച്ചു, മുന്തിരിത്തോട്ടം ഉണ്ടാക്കി, പച്ചക്കറികൾ കൊടുത്തു, ജൈതൂൻ ഒലിവ് കൊടുത്തു, ഈന്തപ്പന കൊടുത്തു, നല്ല വൃക്ഷങ്ങൾ ഇടതൂർന്ന ഒരുപാട് തോട്ടങ്ങൾ നാം പഠിച്ചു. എന്നിട്ട് അവിടെയെല്ലാം അതൊക്കെ കൊടുത്തതിന് ശേഷം വാഗ്ദത്തിന് വാപ്പ അവർ ഫലങ്ങൾ കൊടുത്തു, പുൽമേടുകൾ കൊടുത്തു.
മതാഴക്കും വലിയ അനാമിക്കും, അവർക്കും അവരുടെ കാലുകൾക്കുമൊക്കെ വിഭവങ്ങളായിട്ട്. ഇതെല്ലാം കഴിഞ്ഞു ഇനി കാതടപ്പിക്കുന്ന ഒരു ശബ്ദമുള്ളത് മനുഷ്യനുണ്ടല്ലോ, അവന്റെ വാപ്പ, ഉമ്മ, മക്കള്, ഭാര്യ എല്ലായിടത്തുനിന്നും പിരിഞ്ഞു പോകുന്ന ഒരു രംഗം പോലെ വരുന്നത്. എല്ലാവർക്കും അന്ന് ഓരോരുത്തർക്കും അവരവർക്ക് ആവശ്യമായ തോതിലുള്ള പണി ഉണ്ടാവും. അതായത് ചിലര് നല്ല തിളങ്ങുന്ന മുഖമുള്ള മനുഷ്യന്മാരുണ്ടാവും, അത് ചിരിക്കുന്നവരായിരിക്കും. മുസ്തനിഷ്ഠത, അതായത് വളരെ സന്തോഷഭരിതമായ മുഖങ്ങൾ. അന്ന് രണ്ട് വിഭാഗമായിട്ട് മനുഷ്യനെ തിരിക്കുക. അപ്പൊ പൊട്ടിപിടിച്ച് കരണ്ട കരിവുരണ്ട മുഖങ്ങളുണ്ടാവും. അതിന് കറുപ്പ് മുടിയിരിക്കും എന്നുള്ളതാണ്. അവരാണ് യഥാർത്ഥത്തിൽ നിഷേധികൾ, തെറിച്ചു പോയ, പിന്തിരിഞ്ഞു പോയ, വഴിതിരിച്ചു പോയ നിഷേധികൾ. മനുഷ്യന്റെ ആ പാകതയും കൂടെ നിർണയിച്ചു പറയാം. അതിന്റെ ഒരു താളം, അതിന്റെ ഒരു ശക്തി, അതിന്റെ ഒരു തുഴിഞ്ഞു കയറുന്ന ഒരു ശൈലി, ഇതൊക്കെ നമ്മളെ ഏതു മനസ്സിനെയും പ്രസിദ്ധിക്കുന്ന രീതിയിലാണ് നമ്മുടെ സുബ്ഹാനഹു സംവിധാനം. ഈ മാർഗദർശനം വായിച്ചു പഠിക്കാൻ, അതിന്റെ ഉൾക്കൊള്ളാൻ, ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ, അതിനുള്ള ശ്രമമാണ് യഥാർത്ഥം നമ്മൾ നടത്തിയത്. നോമ്പ് ഫ്രൂട്ട്ഫുൾ ആവുന്നത്, പ്രയോജനപ്രദമാക്കുന്നത്. ആ നോമ്പിന് ലഭിച്ച സന്മാർഗദർശനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി സാധാരണ ജീവിതത്തില്, നിത്യജീവിതത്തിലെ അരങ്ങുകളിൽ പ്രയോജനപ്പെടുമ്പോഴാണ് നോമ്പ് നോമ്പായി, ജക്കാത്ത് ജക്കാത്തായി, ഹജ്ജ് ഹജ്ജായി എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. ഈ യാത്രയുടെ ഒടുവിൽ നമ്മെ കാത്തിരിക്കുന്ന സ്വർഗമാണ്. അത് നഷ്ടപ്പെട്ടു പോകാൻ പറ്റില്ല, പാടില്ല എന്നൊരു നിർബന്ധബുദ്ധി ഓരോ സത്യവിശ്വാസം ഉണ്ടാവും. അതിനവൻ അല്ലാഹുവുമായും അവന്റെ മാർഗദർശനവുമായി നിരന്തരമായി അടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ അടുത്തുകൊണ്ട് ജീവിത വിജയം പ്രാപിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. اللهم ارحم ابو بكر وعمر وعثمان وعلي بقيه اصحاب رسول الله اجمعين. കരുണ്യവാനായ സുബ്ഹാനഹു ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഭാര്യസന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസവും നീ പുറത്തു മാതാപിതരണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ പാപമറ്റഭാഗങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ നീ പുറത്തു മാതാപിതരണേ തമ്പുരാനെ. അതിന്റെ പേരിൽ ഞങ്ങൾ നീ പിടിച്ച് ശിക്ഷിക്കല്ലേ നാഥ. ഞങ്ങളുടെ നോമ്പും നമസ്കാരവും സക്കാത്തും സദഖയും അതുപോലെ ഖുർആൻ പാരായണം ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെ നീ സ്വീകരിക്കുകയും അതിന്റെ അപാകതകൾ പരിഹരിക്കുകയും അതിന് ഉത്തമമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന തമ്പുരാനെ. പടച്ച തമ്പുരാനെ, നോമ്പിന്റെ ചൈതന്യം വിടാത്ത ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നിശ്ചയിക്കായി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീ ലഘൂകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ടവർക്കുള്ള എല്ലാ കുറവുകളും നീ നികത്തി കൊടുക്കണേ തമ്പുരാനെ. എല്ലാവർക്കും മനോബലവും ആത്മബലവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. കടം കൊണ്ടും അതുപോലെ തന്നെ പ്രയാസങ്ങളോട് വിഷമിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അതെല്ലാം ഏറ്റവും നന്നായി അറിയുന്നവരെയാണ്. എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും ഏറ്റവും ഉത്തമമായി പരിഹരിച്ചു കൊടുക്കുന്ന തമ്പുരാനെ. ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരുന്ന തമ്പുരാനെ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ പൂർത്തീകരിച്ചു തരുന്ന തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥന നിരന്തമായ ഒരു ജീവിതം തരണേ തമ്പുരാനെ. അകാര്യങ്ങളിലൂടെ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും ഇസ്തിഖാമത്തും തൗബയും ഉള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സഹോദരിമാർക്ക് പ്രത്യേകമായ ഹിദായത്ത് നൽകണേ റഹ്മാനായ തമ്പുരാനെ. വഴിതെറ്റി പോകാതെ കാക്കണേ തമ്പുരാനെ. ദീനിൽ കൂടുതൽ ആഴത്തിൽ ഇറങ്ങി ചിന്തിക്കാനും പഠിക്കാനും ഈ യുവാക്കൾക്കും അതുപോലെ കുട്ടികൾക്കും നീ സൗകര്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രായമായ ആളുകൾക്ക് നീ അനുഗ്രഹം ചെറിയണേ തമ്പുരാനെ. അവരുടെ പ്രാർത്ഥനകളെല്ലാം നീ സ്വീകരിക്കണേ നാഥ. കാരുണ്യവാനായ തമ്പുരാനെ, പ്രാർത്ഥനാ നിരതമായ ഒരു മനസ്സ് നീ നൽകണേ തമ്പുരാനെ. ഈ ഖുർആൻ യഥാവിധി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ തകർത്താനും മറ്റുള്ളവരെ എത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അങ്ങനെ ശാന്തമായി ജീവിച്ച് ശാന്തമായി മുന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ
തമ്പുരാനെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ നീ പ്രകാശപൂരിതങ്ങളായ കബറിടങ്ങളാക്കി മാറ്റിത്തരണേ തമ്പുരാനെ. നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ നിഖാഹ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ പ്രാർത്ഥന തട്ടിക്കളയല്ല തമ്പുരാനെ. ഇത് തട്ടിക്കളയാതെ സ്വീകരിച്ചു തരണേ തമ്പുരാനെ. നീ സ്വീകരിക്കുന്ന വരെ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ, അവസാന നിമിഷം വരെ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ, അങ്ങനെ നിന്റെ ഉത്തരം കിട്ടി സന്തോഷത്തോടെ മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.